നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ മുന്നണിയിൽ കുറുമുന്നണി രൂപപ്പെടുന്നുണ്ടോ എന്നാണ്. പക്ഷേ ശ്രീ അനിൽ ബോസ് പറയുന്നത് അങ്ങനെയൊന്നും ഇപ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. തർക്കങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. അതൊരു പൊട്ടിത്തെറിയിലേക്കൊന്നും പോവുകയില്ല. ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് മുൻപും ആ സമയത്തുമൊക്കെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്ത്യ മുന്നണിക്കെതിരെ പറഞ്ഞിരുന്നത്. പക്ഷേ വിജയത്തിന് തൊട്ടടുത്ത് വന്നാണ് ഇന്ത്യ മുന്നണി അന്ന് കുഴഞ്ഞു വീണത്. 241 സീറ്റുകൾ എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തർക്കങ്ങളൊന്നും ഒന്നുമല്ല എന്നാണ്, അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ്. മാത്രമല്ല കോൺഗ്രസിന് അക്കാര്യത്തിലൊരു കൂടുതൽ സീറ്റുകളുടെ എണ്ണത്തിന്റെ ഒരു മേധാവിത്വമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കോൺഗ്രസ് തന്നെയായിരിക്കും. അതേ സമയത്ത് തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കണം എന്നുള്ള നിർബന്ധവും കോൺഗ്രസിനില്ല എന്നാണ്. അല്ല, ഇതിൻ്റെ അകത്ത് പറയാനുള്ളത് ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് മഹാരാഷ്ട്രയില് ലക്ഷക്കണക്കിന് വോട്ട് കൂടി എന്നാണല്ലോ പറയുന്നത്. 5 ലക്ഷം വോട്ടാണ് കൂടി എന്ന് പറയുന്നത്. അത് തപാൽ വോട്ടുകളാണ്. നമ്മള് അതിനെക്കുറിച്ച് വലിയ തർക്കത്തിലേക്ക് പോകണമെന്ന് എനിക്ക് 5 ലക്ഷം വോട്ടാണെന്ന് താങ്കളുടെ വാദഗതി അത് ലക്ഷക്കണക്കിന് വോട്ടല്ലേ? താങ്കളുടെ വാദഗതി അംഗീകരിച്ചാൽ 5 ലക്ഷം വോട്ട് തപാൽ വോട്ടാണെന്ന്, അത് തപാൽ വോട്ടാണ് സാർ. സാർ സാർ അത് മനസ്സിലാക്കി തരാം സാർ. 5 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് തപാൽ വോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. EVM-ലെ വോട്ടും തപാൽ വോട്ടും കൂടെ ചേർത്തുള്ള വോട്ട് വരുമ്പോൾ ഇത് കറക്റ്റ് ആകും എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പോലും അത് അങ്ങനെയല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതല്ല തർക്കം. നമ്മുടെ കാര്യം ഇന്ത്യ സഖ്യമാണ്. വളരെ കൃത്യമായി അല്ല, അദ്ദേഹം ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഞങ്ങൾ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ നടപടി പ്രതീക്ഷിച്ച് ആക്ഷൻ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ പരാതി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. കോടതി പറഞ്ഞെന്താ? ആയിക്കോട്ടെ, സുപ്രീം കോടതി ഞാൻ പറയട്ടെ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നേ. കോടതിയിൽ പെറ്റീഷൻ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ പരാമർശങ്ങൾ ഉണ്ടാകും. അതല്ലല്ലോ കോടതി വിധി എന്ന് പറയുന്നത്. കോടതി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും. ഒരു വിഷയത്തിൽ കോൺഗ്രസിനുള്ള മാക്സിമം സമയം കൊടുക്ക്, എന്നിട്ട് ചർച്ച ചെയ്യാം. അല്ലെ പിന്നെ പുള്ളി എന്റെ കാര്യത്തിൽ എന്റെ ഇതിൽ കയറി ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്നോട് ഇടയ്ക്ക് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്റർഫിയർ ചെയ്തത്. ഞാൻ ഇന്റർഫിയർ ചെയ്തില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ്. നിങ്ങൾ എവിടെയെങ്കിലും നിലപാടെടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് പരാതിയുണ്ടോ, നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ എന്ന് നിങ്ങൾ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ ഇടപെട്ടതാണ്. ചോദിച്ചില്ല ഇടപെടത്തില്ല. ഈ 5 ലക്ഷം വോട്ട് കൂടിയത് തപാൽ വോട്ടാണ് എന്ന് പറഞ്ഞതിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി ചോദ്യം വേണ്ട, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിജി വിശ്വസിക്കുന്നില്ല. കൃത്യമായ നിലപാടുണ്ട്. ശരി ശരി അപ്പൊ ശരി, ഓക്കെ. സോ ഈ പ്രിയങ്ക ഗാന്ധി 4 ലക്ഷം വോട്ടിൽ ജയിക്കുമ്പോൾ അത് EVM അടിപൊളി. മഹാരാഷ്ട്ര ഞങ്ങൾ ജാർഖണ്ഡിൽ തോക്കുമ്പോൾ അടിപൊളി. അതുപോലെ ഞങ്ങള് ജമ്മു കാശ്മീരിൽ ഞങ്ങൾക്ക് സീറ്റുകൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിൽ ആക്ഷേപമുണ്ടോ നിങ്ങൾ പരാതി കൊടുക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടോ? നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞോട്ടെ, ഇത് എന്റെ സമയം. ബിജെപിയുടെ ഏതെങ്കിലും ഒരു ബിജെപിയുടെ ഒരു 3% പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏതെങ്കിലും ചർച്ചയിലോ ഉദ്യോഗസ്ഥ തലത്തിലോ പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾ പരാതിക്കാരല്ലെന്നേ, നിങ്ങൾ പരാതി കൊടുത്തിട്ടില്ലെന്നേ. ചർച്ചയിൽ വന്നിരുന്നു തന്നെ പറയാം. അനിൽ ബോസ് EVM വിഷയത്തിൽ തന്നെ പറയാം. കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് EVM മെഷീനുകൾക്ക് ഒരു കുഴപ്പവുമില്ല, തോൽക്കുന്ന സമയത്ത് മാത്രം കുഴപ്പം. ഞാൻ പറഞ്ഞു. ശരി ജിജി തുടർന്നോളൂ. വേറെ കാര്യമാണ്, ഞങ്ങൾ പരാതി കൊടുത്തെന്ന് എവിടെയെങ്കിലും പറഞ്ഞു? ഞങ്ങൾ പരാതി കൊടുത്തു, ഞങ്ങൾ EVM-ൽ പരാതി ഞങ്ങൾ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തോറ്റിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ആക്ഷേപമില്ലെന്നേ.
ഞങ്ങൾക്ക് റിയാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തോൽക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും തോൽവി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. നിരുപാധികം ജയിക്കുന്നവരെ ഞങ്ങൾക്ക് തർക്കമില്ല. സ്പെസിഫൈ ചെയ്ത് കൃത്യമായ ഡോക്യുമെന്ററി എവിഡൻസ് ഉള്ള കാര്യങ്ങളിലാണ് ഞങ്ങൾ തർക്കം ഉന്നയിക്കുന്നത്. ഹരിയാനയിലെ 90 സീറ്റിൽ ഞങ്ങൾ തർക്കം പറഞ്ഞില്ലല്ലോ. 13 സീറ്റിലാണ് തർക്കം പറഞ്ഞത്. അല്ലെ, 13 സീറ്റിൽ വളരെ കൃത്യമായ വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസവും മിഷന്റെ ചാർജ് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് 13 സീറ്റിലാണ്. 90 സീറ്റിൽ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ ബോധ്യമായിട്ടില്ല കേട്ടോ. എസ് പിക്കൊന്നും അത് ബോധ്യമായിട്ട് പോലുമില്ല മഹാരാഷ്ട്രയിൽ. ശരി, അല്ലാതെ ബോധ്യമാകണമെങ്കിൽ പരാതിക്ക് പരിശോധന നടക്കണം. അല്ല, നിങ്ങളുടെ സഖ്യകക്ഷികളുടെ കാര്യമാണ് പറഞ്ഞത്, ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത്. നടക്കുമ്പോഴല്ലേ ബോധ്യപ്പെടുന്നത്. ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് പറഞ്ഞത്, കോടതിയുടെ കാര്യമല്ല. ശരി ജിജി, അത് നിങ്ങൾ ഈ വിഷയത്തിൽ അല്ല, നിങ്ങൾ കോൺഗ്രസിന് ഡിഫൻസ് എന്നുള്ള നിലയിൽ നിങ്ങൾ ചർച്ചയിൽ ഇല്ലാത്ത വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ഞാൻ ഇടപെടും, ഞാൻ സംസാരിക്കും. ജിജി മനസ്സിലായില്ലേ? ഇന്ത്യ സഖ്യം പറയുമ്പോൾ ഇന്ത്യ സഖ്യം പറ, ഞാൻ കേട്ടിരിക്കും. ശരി, ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ കാര്യമാണ് ചോദിച്ചത്, താങ്കൾ അപ്പോൾ EVM-ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ശരി ജിജി. ഈ ഷിഫ്റ്റ് ചെയ്തല്ല, ഞങ്ങൾ യോജിച്ചതും ജിജി പറയട്ടെ, താങ്കൾക്ക് ആവശ്യത്തിന് കൂടുതൽ സമയം നൽകി. ഓക്കെ, ഇനി സമയം തന്നില്ലേലും കുഴപ്പമില്ല, ഇടപെടേണ്ടി വന്നാൽ ഇടപെടത്തേ ഉള്ളൂ. അല്ല, അങ്ങനെ ഇടപെടാനാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ കൊടുത്തോ. കാരണം നമ്മളൊരു കാര്യവും നമ്മളൊരു വാദഗതിയും പറയുന്ന സമയത്ത് എല്ലാത്തിനും ഉത്തരം പറയണ്ട. എന്നോട് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് എന്റെ വിനീതമായ മാത്രമല്ല, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. നിങ്ങൾ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇടപെട്ട് മറുപടി പറയും, ചോദിച്ചില്ലേ മറുപടി പറയത്തില്ല. ശരി ജിജി, ചോദിക്കേണ്ട, പറഞ്ഞോളൂ. അനിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹം ഈ ചോദിച്ചാൽ അത് നിങ്ങളുടെ സമയത്ത് ചോദിച്ചാൽ മതി. അത് നിങ്ങളുടെ സമയത്ത് ചോദിച്ചാൽ മതി. ശരി, അല്ല ജിജി പറഞ്ഞോളൂ. അത് നിങ്ങളുടെ സമയത്ത് പറഞ്ഞാൽ മതി, അല്ലാതെ പറയണ്ട. ഞാൻ എന്റെ സമയത്ത് എന്നോടുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയും. അല്ല, അതിന് ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കൾ എന്നോട് നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇടപെടും. അതിന് തർക്കമൊന്നും വേണ്ട. ചോദിക്കുന്നില്ല, ജിജി പറഞ്ഞു ഇടപെടാൻ പറ്റില്ല. എന്റെ സമയത്ത് ഇടപെടാൻ പറ്റില്ല. എന്നോട് എനിക്ക് തന്നിരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെടും. അല്ല, ചോദ്യങ്ങൾ ചർച്ചയിലുണ്ടാവും. അങ്ങനെ 5 ചോദ്യം വന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയും. സംശയമൊന്നും വേണ്ട. എന്റെ അവസരങ്ങൾ തീർച്ചയായും അത് നിങ്ങൾ ജിജി അദ്ദേഹത്തിന് വാദം പറയട്ടെ. അനിൽ ബോസ്, താങ്കൾ ആദ്യമായിട്ടൊന്നുമല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത്, അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുക്കൂ. ഇന്ത്യ മുന്നണി അഭിപ്രായ വ്യത്യാസം കാരണം ആടി ഉയരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അനിൽ ബോസ് താങ്കൾ പ്രതിരോധത്തിലാണ്. താങ്കൾക്ക് വിഷയം കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റു വിഷയങ്ങളിലേക്ക് അല്ലല്ലോ, ഒരാളെ മിണ്ടാൻ വയ്യാത്ത സ്ഥിതിയിലേക്ക് ആക്കരുത്, അത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ, എന്നിട്ട് താങ്കൾക്ക് ഉത്തരം പറയാമല്ലോ. അനിൽ അല്ല, അദ്ദേഹം സംസാരിച്ചോട്ടെ. എനിക്ക് അദ്ദേഹം സംസാരിക്കും, താങ്കൾ മിണ്ടാതിരിക്കൂ. ജിജി പറയൂ. ആയിക്കോട്ടെ, എന്നോട് ഉപചോദ്യം ചോദിച്ചത് കൊണ്ടാണ് താങ്കൾ. ഞാൻ താങ്കളോട് ചോദിച്ചപ്പോൾ താങ്കൾ എന്താണ് പറഞ്ഞത്? ഇടയ്ക്ക് കയറി ചോദിക്കരുത് എന്നാണ്. ഇടയ്ക്ക് കയറി ചോദിക്കും ശ്രീ അനിൽ ബോസ്, അതിന് മറുപടിയും താങ്കൾ പറഞ്ഞിട്ടില്ല. ഇടപെടൽ ശരിയല്ല. സമയം തരണം, അത്രേ ഉള്ളൂ. അത് തരും. ജിജി മറുപടി പറയൂ. സമയം പോകാൻ വേണ്ടിയാണ് താങ്കൾ ഈ പറയുന്നത് എനിക്കറിയാനിൽ. ജിജി, പറയാവുന്ന രീതി പറയാവുന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് കണ്ടോ. ഒരു രക്ഷയില്ല. ഈ സഖ്യം തകർന്ന് പണ്ടാറങ്ങിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രശ്നം, അല്ലാതെ വേറൊന്നുമല്ല. എവിടെ എന്നിട്ട് മുന്നോട്ട് ഞങ്ങൾ പോകുമെന്നാ പറഞ്ഞേ. ആം ആദ്മി പാർട്ടി ഇപ്പൊ പറഞ്ഞെന്താ, ഡൽഹിയിലെ ഇലക്ഷന് ഞങ്ങൾ സഖ്യമില്ല എന്നല്ലേ പറഞ്ഞേ. ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രതീതി പറഞ്ഞാൽ ഞങ്ങൾ വളരെ സൂപ്പറായിട്ട് ഇനിയും മുമ്പോട്ട് പോകുന്ന പറഞ്ഞേ. ഈ ഘടകകക്ഷികളുടെ പ്രശ്നം എന്താണെന്നറിയുമോ? ഇവർക്ക് ആർക്കും ജയിക്കണമെങ്കിൽ കോൺഗ്രസിന് സഹായം വേണ്ട. എന്നാൽ കോൺഗ്രസ് അടക്കി വാഴുകയും ചെയ്യും. അവര് ഒരു BJPക്കെതിരെ ഒരു ശക്തി ഉണ്ടാവട്ടെ എന്നോർത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കോൺഗ്രസ് അല്ല, സഖ്യകക്ഷികളാണ് വിട്ടുവീഴ്ച ചെയ്തത്. അല്ലെങ്കിൽ കോൺഗ്രസ് ഇത്ര സീറ്റൊന്നും കിട്ടില്ല. ആരുടെ തോളത്ത് കയറി ഇരുന്നിട്ടാണ് UP-യിൽ ഇത്ര സീറ്റ് കിട്ടിയത്?
SP-യുടെ തോളത്ത് കയറിയിരുന്നിട്ടല്ലേ കിട്ടിയേ? മമതാ ബാനർജിക്ക് ഇവരുടെ ആവശ്യമുണ്ടോ? ഇവിടെ ആം ആദ്മിക്ക് ഇവരുടെ ആവശ്യമുണ്ടോ? ജമ്മു കാശ്മീരിൽ ഇവരുടെ ആവശ്യമുണ്ടോ? തമിഴ്നാട്ടിൽ ഇവരുടെ ആവശ്യമുണ്ടോ? ഒരു സ്ഥലത്ത് ഇവരുടെ ആവശ്യമില്ല. ഇനി കേരളത്തിലെടുത്തോ, കേരളത്തില് ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ജയിക്കുന്നവരാണ് കേരള കോൺഗ്രസ്, അതുപോലെ പിന്നെ RSP, CMB ഇങ്ങനത്തെ പാർട്ടികളൊക്കെ. ലീഗിന് ഇവരുടെ ആവശ്യമുണ്ടോ? ഇവർക്ക് കോൺഗ്രസ് കേരളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇതില്ലെന്നേ, ഈ പാർട്ടി ഇല്ലെന്നേ. ഈ പാർട്ടി ഒരു മൂടുപടം പോലെ ഇങ്ങനെ കിടക്കുന്നു മാത്രമല്ല. ഞങ്ങള് ഈ ലോക്സഭ ഇലക്ഷനിൽ ഞങ്ങൾക്കൊരു ക്ഷീണം ഉണ്ടായി. 99 സീറ്റ് കിട്ടിയവർക്ക് എന്തായിരുന്നു? അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഓരോരുത്തർ തോളത്ത് കയറിയിരുന്നാണ് ഈ കോൺഗ്രസ് സീറ്റ് മേടിക്കുന്നത്. അല്ലാതെ കോൺഗ്രസ് സീറ്റ് കിട്ടില്ല. പിന്നെ ഇന്ത്യ സഖ്യം ആദ്യം കേരളത്തിൽ ഈ ഇന്ത്യയിൽ പൊളിക്കാമെന്ന് തീരുമാനിച്ചു CPM. അവര് പ്രധാനമന്ത്രിയാക്കിയ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്കെതിരെ അവര് തന്നെ മത്സരിച്ചു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ കോൺഗ്രസ്? എല്ലായിടത്തും ഇത് തന്നെ. തെരഞ്ഞെടുപ്പിന് ശേഷം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒറ്റക്കെട്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 241 എന്നുള്ളത് ചെറിയതല്ല. 400 സീറ്റുകൾ നേടുമെന്ന് വീമ്പ് പറഞ്ഞ മുന്നണിക്കെതിരെയാണ് മോദി അതായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ നിന്നാണ് 241 സീറ്റുകൾ നേടി തൊട്ടടുത്തെത്തുവാൻ സാധിച്ചത്. അതിനെ കുറിച്ച് കാണാൻ പറ്റുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ സഖ്യത്തിന്റെ പ്രകടനത്തെ ഒരു കാരണവശാലും കുറച്ച് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇതൊന്നും കുറച്ച് കാണുന്നില്ലെന്നേ. ഞങ്ങൾ ആ പഠനത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പാർട്ടി പിന്നെയും പ്രവർത്തിക്കാന്നേ. നമ്മള് സാധാരണ SLC തോറ്റ കുട്ടി ഉറക്കം ഉളച്ചിരുന്ന് പഠിക്കുന്ന പോലെ ഞങ്ങൾ വീണ്ടും ഈ ഗോതയിൽ തന്നെ നിൽക്കുകന്നേ, ജനങ്ങൾക്കിടയിൽ നിൽക്കുക. അങ്ങനെയല്ലേ ഞങ്ങള് ഹരിയാന പിടിച്ചത്, മഹാരാഷ്ട്ര പിടിച്ചത്. എന്തായിരുന്നു മഹാരാഷ്ട്രയില് ഇവരുടെ സഖ്യവരാ ശിവസേന എന്താ പറയുന്നത്? തർക്കമന്ദിരം പൊളിച്ച് ഞങ്ങളെന്നാ പറയുന്നത് അല്ലേ? അപ്പൊ ഇവർക്ക് ഇതുമായിട്ട് ഒന്ന് യോജിച്ചു പോകാവുന്ന ഒരു കക്ഷികളല്ല ഇവിടെ ഉള്ളത്. അപ്പൊ ഈ കക്ഷികള് ഒരു കാരണവശാലും ഈ സഖ്യം മുന്നോട്ട് പോകില്ല. ഞങ്ങൾക്കിത് നന്നായിട്ടറിയാം. പിന്നെ ബീഹാറിൽ ചെന്ന അവരുടെ ലാലു പ്രസാദ് യാദവിന്റെ കൊച്ചുമക്കളുടെ കരുണയുണ്ടെങ്കിൽ വേണമെങ്കിൽ കോൺഗ്രസിന് കുറച്ച് സീറ്റ് കിട്ടും. മത്സരിക്കാൻ, ജയിക്കുന്ന നിർബന്ധമൊന്നുമില്ല, മത്സരിക്കാൻ സീറ്റ് കിട്ടും. അല്ലാതെ ഒരു സാധനവും കിട്ടില്ല. അതുകൊണ്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് നയിക്കാൻ കൊള്ളാത്ത പാർട്ടിയായി മാറി. 5ാമത്തെ തലമുറയാണ് ഈ നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ, അത് കഴിഞ്ഞിട്ടുള്ള രാഹുൽ, ഇങ്ങനെ 5ാമത്തെ തലമുറയാണ്. ഇത് ജനങ്ങൾ സഹിക്കുന്നില്ല. ഇവർക്ക് വോട്ട് ചെയ്യാത്ത അതുകൊണ്ടാണെന്നേ. എന്നിട്ട് UP ജയിക്കുമ്പോൾ അവർ UP നരേന്ദ്രമോദി ഇത്ര വോട്ടിന് പിന്നിലാണ്. ആഹാ, EVM എന്ത് നല്ല EVM. UP ഹിന്ദി ഹൃദയഭൂമിയിൽ ഞങ്ങൾ വിജയക്കൊടി പാറിച്ചു. തോറ്റ അപ്പൊ EVM ആകെ പ്രശ്നമായി. ഇത് പറച്ചിലല്ലേ ഇവര് സ്ഥിരം പരിപാടി. ആദ്യം എണ്ണുമ്പോ EVM വരുന്ന വോട്ടെണ്ണും, അത് കഴിഞ്ഞ് പോസ്റ്റലോട്ട് എണ്ണും. അപ്പൊ പോസ്റ്റലോട്ട് വേറെയാണ്, അത് ഇതുവരെ ചെയ്യാത്ത വോട്ടാണ് എന്നൊക്കെ പറയുന്ന പാർട്ടിയോട് നമുക്ക് എന്ത് പറയാം?